സാർ, ഒരു കാലത്ത് അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വലിയ ദൃഢമായിരുന്നു. പിന്നീട് അതിൽ വിള്ളൽ വീണിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വരുന്നത് എന്തായാലും ഈ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഈ പാകിസ്ഥാന്റെ സൈനിക മേധാവിക്ക് മേൽ ചില ഉപരോധങ്ങൾ ഉണ്ടാകുമെന്ന് വിവരങ്ങൾ വരുന്നുണ്ട്. അതിനുമായി ബന്ധപ്പെട്ട് രണ്ടംഗങ്ങൾ അവരുടെ കോൺഗ്രസിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്തായിരിക്കും? പാകിസ്ഥാൻ സൈനിക മേധാവി സയ്യദ് അസീം മുനീറിനെതിരെ ഉപരോധം ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ, അതായത് അത് ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഒരാൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ഒരാൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെയാണ്. അതായത് രണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ ചേർന്നിട്ടാണ്. അതിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അംഗമായ ജോ വിൽസൺ, പിന്നെ ഡെമോക്രാറ്റിക് പാർട്ടി അംഗമായ ജിമ്മി പനേറ്റ, ഇവർ രണ്ടുപേരും പാകിസ്ഥാൻ പട്ടാള മേധാവിക്കെതിരെ മാത്രമല്ല, പാകിസ്ഥാനിലെ ബ്യൂറോക്രസിക്കെതിരെ, പ്രധാനപ്പെട്ട ബ്യൂറോക്രാറ്റിക് പോസ്റ്റുകൾ വഹിക്കുന്നവർക്കെതിരെ ഉപരോധം ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെൻറ്റിൽ അവിടുത്തെ കോൺഗ്രസ്സിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഈ പ്രമേയം ചിലപ്പോൾ തള്ളിക്കളയാം, നമുക്ക് ആ പ്രമേയം പാസ്സാവുമെന്നൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. പക്ഷേ അപ്പോൾ സാറ് പറഞ്ഞ പോലെ പ്രതിപക്ഷവും ഉണ്ട് ഭരണപക്ഷവും ഉണ്ടല്ലേ? അല്ല, അവിടെ വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ വിപ്പൊന്നുമില്ല. അതായത് ഇപ്പം റിപ്പബ്ലിക്കൻ പാർട്ടി ഒരു പ്രമേയം അവതരിപ്പിച്ചാൽ അവർ അതിന് സപ്പോർട്ട് പ്രതിപക്ഷത്തിൻ്റെ ഇടയ്ക്കൊന്നും തേടും. ചിലപ്പോൾ ചില ബില്ലുകൾക്ക് പ്രതിപക്ഷം സപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അംഗങ്ങൾ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു തീരുമാനത്തിനെതിരെ വോട്ട് ചെയ്തെന്നിരിക്കാം. ഇവിടെ പൊതുവേ അങ്ങനെ ചെയ്യണമെന്നില്ല, പക്ഷേ പ്രത്യേകിച്ച് ഇതുപോലൊക്കെയുള്ള വിഷയങ്ങളിൽ അങ്ങനെ സംഭവിക്കാം. അപ്പം രണ്ടുപേരും കൂടെ ഒന്നിച്ചു എന്നുള്ളതുകൊണ്ട് നമ്മൾ അവിടുത്തെ ഒരു ഡൈനമിക്സ് വ്യത്യസ്തമാണ്. നമ്മുടെ നാട്ടിലെ ലോക്സഭയിൽ ഒരു BJP അംഗവും കോൺഗ്രസ് അംഗവും കൂടെ ഒരു പ്രമേയം കൊണ്ടുവന്നാൽ പിന്നെ അത് നിശ്ചയമായിട്ടും പാസ്സാവും എന്നതാണ് അതിൻ്റെ ഒരു രീതി. പക്ഷേ അമേരിക്കയിൽ അങ്ങനെയല്ല. കാരണം അംഗങ്ങൾക്ക് വിപ്പില്ല, ഇൻഡിവിജ്വലായിട്ടാണ് അവർ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അവർ വിഷയം പഠിച്ചിട്ട് അവർ വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. നമുക്ക് തിരിച്ചു വരാം വിഷയത്തിലേക്ക്. അതായത് ഒരു കാലഘട്ടത്തിൽ പാകിസ്ഥാൻ്റെ ഒരു ഇംഗ്ലീഷിൽ ബോസം ഫ്രണ്ട് എന്ന് പറയുന്ന അത്ര അടുത്ത സുഹൃത്തായിരുന്നു അമേരിക്ക. സാധാരണ അമേരിക്കയുടെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഒരു ഡ്യൂപ്ലിസിറ്റി, ഒരു ഇരട്ടത്താപ്പുണ്ട് അമേരിക്കയ്ക്ക്. അമേരിക്ക ആരുമായിട്ട് സൗഹൃദമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൂർണ്ണമായിട്ടും സൗഹൃദം ആവണമെന്നില്ല. പലപ്പോഴും അമേരിക്ക പലർക്കും സഹായം കൊടുക്കുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ചരടുകളുണ്ടാവും, നിയന്ത്രണങ്ങളുണ്ടാവും. പക്ഷെ പാകിസ്ഥാന് മേൽ അത്തരം ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതാണ് അമേരിക്ക ഏതാണ്ട് ദശകങ്ങളായിട്ട് പാകിസ്ഥാനെ പിന്തുണച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്ഥിതിഗതികൾ മാറി വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. കാര്യം, ഇങ്ങനെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും രണ്ടംഗങ്ങൾ മുൻകൈയെടുത്ത് ഇങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ചില സൂചനകളുണ്ട്. ഇപ്പോൾ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടം പാകിസ്ഥാൻ സൈന്യത്തിന് അറിയാം. എന്താണെന്ന് വെച്ചാൽ, അതായത് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻ്റാണ് പാകിസ്ഥാൻ സൈന്യം. പാകിസ്ഥാനിലെ ഓരോ സൈനിക മേധാവികൾക്ക് മാത്രമല്ല, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ലഫ്റ്റനൻറ്റ് ജനറൽമാർ, മേജർ ജനറൽമാർ, അല്ലെങ്കിൽ ബ്രിഗേഡിയർ റാങ്കിലുള്ളവർക്ക് വരെ വിദേശത്ത് നിക്ഷേപമുണ്ട്. അത് മുഖ്യമായിട്ടും അമേരിക്കയിലാണ് അവരുടെ നിക്ഷേപം. ഈ നിക്ഷേപങ്ങൾ ആയിരിക്കും ഈ ഉപരോധം ആദ്യം ബാധിക്കുന്നത്. അതായത് പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെ എതിരെ എന്ത് ചെയ്താലും ഇവർക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം നമുക്കറിയാം, പലപ്പോഴും പാകിസ്ഥാനിൽ നിന്നുള്ള ബോർഡർ ആക്ഷൻ ടീമുണ്ട്, ബാറ്റ് എന്ന് പറഞ്ഞിട്ട്. അവരാണ് ഈ നമ്മുടെ അതിർത്തിയിൽ വന്നിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അവരതിനുവേണ്ടി മാത്രം ട്രെയിൻ ചെയ്യപ്പെട്ടവരാണ്. ഇന്ത്യയുടെ അതിർത്തിയിൽ അതിൻ്റെ ഒരു ജിയോഗ്രഫി പഠിച്ച് അവിടുത്തെ പ്രത്യേകതകൾ ഇതെല്ലാം വെച്ച് ട്രെയിനിങ് കൊടുത്തിട്ട് വരുന്ന ബോർഡർ ആക്ഷൻ ടീം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഒരു വിഭാഗമാണ്. അപ്പോൾ ഈ ബോർഡർ ആക്ഷൻ ടീം ിലെ അംഗങ്ങൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി വന്ന് ഇവിടെ നമ്മുടെ പട്ടാളത്തിൻ്റെ വെടിയേറ്റ് അവർ കൊല്ലപ്പെട്ടാൽ പാകിസ്ഥാൻ പിന്നെ ആ ശരീരം പോലും എടുക്കില്ല. ഇങ്ങനൊരാൾ വന്നിട്ടില്ല എന്ന് പറയും പാകിസ്ഥാൻ. അവർ ശരിക്കും ഡിസോൺ ചെയ്യും, ഈ ആളിനെ ഞാൻ കൈവിടും. പിന്നെ ഇവരുടെ കുടുംബത്തിന് പോലും നഷ്ടപരിഹാരം കിട്ടത്തില്ല. അല്ല, ഇതറിഞ്ഞിട്ട് അവിടെ ഈ സൈനികരായി ചേരാൻ ആൾക്കാർ അത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കാരണം ഇപ്പം ഞാൻ ചോദിക്കട്ടെ, തീവ്രവാദിയായിട്ട് LETയിലും ലഷ്കറിലും ഒക്കെ വിടുമ്പോൾ ഇന്ത്യയിൽ വന്ന് കൊല്ലപ്പെടുമെന്ന് തന്നെയാണല്ലോ അവർ. അതെല്ലാം മതപരമായിട്ടുള്ള ചില ഇൻഡോക്ട്രിനേഷൻ കൊടുത്തിട്ട് അവരെ ബ്രെയിൻ വാഷ് ചെയ്യും. ഉദാഹരണത്തിന്, നിങ്ങളിവിടെ കൊല്ലപ്പെട്ടാൽ നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമെന്നും അവിടെ നിങ്ങൾക്കായിട്ട് 72 ഹൂറികൾ കാത്തിരിക്കുന്നതും മദ്യപ്പുഴയും
പാൽപ്പുഴയും തേൻപുഴയും ഒക്കെ ഒഴുകുമെന്ന് പറഞ്ഞാൽ അതിൽ വിശ്വസിച്ചാണ് അവർ വരുന്നത്. അത് നമുക്ക് ചിലപ്പോൾ അത് ചിരി തോന്നുമായിരിക്കാം, പക്ഷേ പാകിസ്ഥാൻ്റെ യാഥാർത്ഥ്യം അങ്ങനെയാണ്. പാകിസ്ഥാനിൽ വിദ്യാഭ്യാസം ഒക്കെ ഉള്ളവർ വളരെ കുറവാണ്. അവരിൽ നമ്മൾ ഇപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ ഈ ചോദിച്ച ചോദ്യമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാനൊരു പത്രപ്രവർത്തകനായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും ആദ്യമൊന്നും നമുക്ക് കാറിന് ലൈസൻസ് ഇല്ല. നമ്മൾ സാധാരണ ഈ വാനുകളുണ്ട്, അതിൽ അവിടുത്തെ തൊഴിലാളികൾ, പ്രത്യേകിച്ച് പാകിസ്ഥാനികൾ, ബലൂഷികളെന്ന് പറയുന്ന തൊഴിലാളികളായിരിക്കും അതിൽ നിറച്ച്. അപ്പോൾ അവരുടെ കൂടെ ഞാനൊരിക്കൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആളിനെ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അതായത് ഒരു 7 അടി പൊക്കമുള്ള അസാമാന്യമായ ആരോഗ്യം, ഒരു 150 കിലോ എങ്കിലും വെയിറ്റ് വരും. അപ്പം പക്ഷേ അദ്ദേഹം എന്നെ കണ്ടിട്ട് ഇങ്ങനെ തൊഴുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇന്ത്യക്കാരനാണെന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ ആ പഠിലിക ലോകെ, നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ, ആ അച്ഛാ പൈസ കമാത്തേ, നിങ്ങൾ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളാകട്ടെ ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല. കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ കെട്ടിടം പണി സൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിത ബുദ്ധിമുട്ടുകൾ അദ്ദേഹം എന്നോട് ഈ ചെറിയൊരു യാത്രക്കിടയിൽ അയാൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ചെറിയ പ്രതീക്ഷ കൊടുത്താൽ മതി, അവരെന്തും ചെയ്യും. കാരണം ദാരിദ്ര്യം അത്രയ്ക്ക് ഭീകരമാണ്, നമ്മൾ ഉദ്ദേശിക്കുന്നതിലൊക്കെ ഭീകരമാണ്. ഞാൻ ഒരിക്കൽ എനിക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരാൾ, ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം പറയുകയാണ്, ശരിക്കും ഈ ഗ്വദർ പോർട്ടിനടുത്താണ് അയാൾ ഉള്ളത്. അവിടെ അയാൾ റോഡിലൂടെ പോകുമ്പോൾ പലപ്പോഴും ഒരാൾ മരിച്ചു കിടക്കുന്ന കാണാം. അത് പിന്നെ നമ്മൾ ശ്രദ്ധിച്ചവിടെ നിന്നാൽ പോലീസ് വന്നിട്ട് നമ്മളെ അറസ്റ്റ് ചെയ്യും. ശ്രദ്ധിക്കാൻ പാടില്ല. അങ്ങനെയാണ് പാകിസ്ഥാനിൽ. റോഡിൻ്റെ അരികിലൊക്കെ പലരും മരിച്ചു കിടക്കും. പട്ടിണി ഉണ്ടാകും. പട്ടിണിയൊന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നതായിരിക്കാം, മറ്റെന്തെങ്കിലും കാരണമായിരിക്കാം പട്ടിണി ഉണ്ടാവാം. പക്ഷേ അത് അവിടെ ഒരു സാധാരണ സംഭവമാണ്. അതിൻ്റെ പേരിൽ നിങ്ങൾ അവിടെ നോക്കി നിന്നാൽ നിങ്ങളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുവായിരിക്കാം, നിങ്ങളുടെ സഹോദരനായിരിക്കാം, പക്ഷേ ഈ ശവത്തെ നിങ്ങൾ ഒരിക്കലും ബഹുമാനിക്കുന്നില്ല. ഇത് ബലൂചിസ്ഥാനിലാണ് ഗ്വദർ പോർട്ട്. ഇപ്പോൾ ചൈനയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ വിഷയത്തിൽ ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്, പാകിസ്ഥാനിൽ ഞാൻ പറഞ്ഞ ഈ അരാജകത്വമാണ് എവിടെയാണെങ്കിലും. അപ്പോൾ പാകിസ്ഥാൻ സൈന്യം, ഓരോ സൈനിക ഉദ്യോഗസ്ഥനും വലിയ പ്രിവിലേജ്ഡ് ക്ലാസ്സാണ്. അപ്പോൾ ഇവർക്കെതിരെ ഉപരോധം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവരെ ഞെട്ടിപ്പിക്കും. കാരണം അവരുടെ വിദേശത്തുള്ള സ്വത്ത് അത് ഇനി തിരികെ കിട്ടത്തില്ല. അമേരിക്ക പാകിസ്ഥാനെതിരെ ഉപരോധം കൊണ്ടുവന്നാൽ ആദ്യത്തെ അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് ഇത്തരം ഈ ജനറൽ മുനീറിൻ്റെ ഒക്കെ അമേരിക്കയിലെ സ്വത്ത് സർക്കാർ അങ്ങ് പിടിച്ചെടുക്കും, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് വെക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ച് ഈ സ്വത്ത് തിരികെ എടുക്കാൻ പറ്റില്ല. ഇതാണ് ഇവരുടെ ഉള്ളിൽ ഈ പേടിപ്പിക്കുന്നത്. അല്ലാതെ പിന്നെ ഉപരോധം കൊണ്ടുവന്ന് പാകിസ്ഥാൻ പട്ടാളത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും പാകിസ്ഥാന് ആവശ്യമായ തന്ത്രപ്രധാനമായ ആയുധങ്ങൾ ലഭിക്കാതെ വരുമെന്നോ അങ്ങനെയുള്ള പേടിയൊന്നും പാകിസ്ഥാനിലെ ജനറലിനില്ല. അത് വേണ്ടെങ്കിൽ വേണ്ട, അയാളുടെ റിട്ടയർമെൻറ്റ് പീരീഡ് കഴിയുമ്പോൾ അയാൾ മിക്കവാറും ദുബൈയിലോ അമേരിക്കയിലോ UK ഒക്കെ ആയിരിക്കും പോയി താമസിക്കുന്നത്. പിന്നെ അവരവിടെ നിൽക്കില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നിടത്ത് ഈ ആദ്യമായിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു നീക്കം നടന്നു. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ബലൂചിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരാണ്. അപ്പോൾ അതിൽ നിന്ന് വേറൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നത്, അതായത് ബലൂചിസ്ഥാനിലെ വിമോചന പ്രസ്ഥാനത്തിന് അമേരിക്കയുടെ ഒരു ചെറിയ പിന്തുണ ഇതോടുകൂടി വന്നിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബലൂച്ച് ലിബറേഷൻ ആർമി ഇപ്പോൾ നടത്തുന്ന പിന്നെ പോരാട്ടങ്ങൾ, അതിനെക്കുറിച്ച് അമേരിക്ക ഇപ്പോൾ തൽക്കാലം ഒന്നും മിണ്ടുന്നില്ലല്ലോ. നിരവധി തീവ്രവാദി, ഇന്നലെ അവിടെ തീവ്രവാദ ആക്രമണം നടന്നു. 18 പേരാ എങ്ങാണ്ടാണ് ഇന്ന് പത്രത്തിലുണ്ട് കൊല്ലപ്പെട്ടത്. 2 സ്ഫോടനങ്ങൾ നടന്നു. ഞെട്ടിപ്പിക്കുന്ന സ്ഫോടനങ്ങളായിരുന്നെന്നാണ്. അതുപോലെ പിന്നെ ബലൂചിസ്ഥാനിലും ഖൈബർ പക്തൂൺവ, അതായത് പെഷവാറൊക്കെ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് ഖൈബർ പക്തൂൺവ. ഈ 2 പ്രോവിൻസുകൾ, 6 പ്രോവിൻസാണ് പാകിസ്ഥാനിലുള്ളത്. അതിൽ 2 പ്രോവിൻസിൽ പോലീസിനോ മിലിറ്ററിക്കോ യാതൊരു സ്വാധീനവുമില്ല. കാരണം അവിടെ ഏതാണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ പോലാണ് പ്രവർത്തിക്കുന്നത്. അല്ല, ഇത് എത്ര നാൾ ആ രാജ്യത്തിന് കീഴിൽ നിന്ന് ഈ ജനങ്ങൾ പോകും? ഉടൻ തന്നെ ഒരു പുതിയ രാജ്യം പിറക്കുമോ? ഇങ്ങനെ ഞാൻ പറയുന്നില്ല. അത് ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുള്ള അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ പാകിസ്ഥാന് ആ പ്രവിശ്യകളിലൊന്നും ഒരു സ്വാധീനമില്ലാത്ത അവസ്ഥ വന്നു. അവിടെ ഇനി പാകിസ്ഥാൻ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും തിരിച്ച്. പുതിയ രാഷ്ട്രമാവുക എന്നുള്ളത് അത് മറ്റൊരുപാട് ഘടകങ്ങളുണ്ട്. കാരണം അവർക്ക് ഒരു രാഷ്ട്രം ഉണ്ടാവണമെങ്കിൽ അതിന് വേണ്ട സമ്പത്താണ്. ബലൂചിസ്ഥാൻ അത്യാവശ്യം സമ്പത്തുണ്ട്. പാകിസ്ഥാനിലെ ഏറ്റവും സമ്പന്നമായ പ്രോവിൻസാണ് ബലൂചിസ്ഥാൻ. പക്ഷേ ഖൈബർ പക്തൂൺവ അങ്ങനെയല്ല.
അത് ഏറ്റവും ദരിദ്രമായ ആ സ്ഥലം. സമ്പത്തുള്ള സ്ഥലത്തേക്ക് ഇപ്പോൾ പാകിസ്ഥാന് കടന്നു ചെല്ലാൻ കഴിയുന്നില്ലെന്നാണ് സാർ പറഞ്ഞത്. അതെ അതെ, അവിടെയാണ് പാകിസ്ഥാൻ്റെ കൈവശമുള്ള എണ്ണ നിക്ഷേപങ്ങൾ, മിനറൽ നിക്ഷേപങ്ങൾ, ഇതെല്ലാം അവിടെ. ശരിക്കും പാകിസ്ഥാൻ്റെ മൊത്തം ഏരിയ എന്ന് നോക്കിക്കഴിഞ്ഞാൽ 60% ബലൂചിസ്ഥാനാണ്. ഈ ബലൂചിസ്ഥാൻ വിട്ടുപോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ചെറിയൊരു രാജ്യമാണ്. വെറും 40%, ഇപ്പോഴുള്ളതിൻ്റെ 40% ഏരിയ മാത്രമേ അവിടെ വരുള്ളൂ. അപ്പം എന്തായാലും ശരി, ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് അമേരിക്കയുടെ ഒരു തെളിഞ്ഞുള്ളതല്ലെങ്കിൽ ഒളിഞ്ഞുള്ള ഒരു പിന്തുണയെന്ന് വേണമെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് പറയാം. ചുരുക്കി പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ ബലൂചിസ്ഥാൻ പോരാട്ടം കടുക്കും, പാകിസ്ഥാൻ്റെ കാര്യം ബുദ്ധിമുട്ടിലാകും. പാകിസ്ഥാൻ സൈന്യം അതുപോലെ ബ്യൂറോക്രസിയും ഇനിയും ബലൂചിസ്ഥാനെതിരെ ആക്ട് ചെയ്യാനായിട്ട് ഇനി 2 വട്ടം ആലോചിക്കും. കാരണം ഈ പുറത്തു നിന്നുള്ള സപ്പോർട്ട് അവർക്കായി കഴിഞ്ഞു എന്നുള്ള ഒരു സൂചന വളരെ വ്യക്തമായിട്ടിപ്പം വന്നിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം ഇതെങ്ങനെയായിരിക്കും ഈ ഒരു സാഹചര്യം ഡെവലപ്പ് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.